ഹലോ, ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ്. അതിനായിട്ട് 2 കപ്പ് കടല ഞാൻ രാത്രിയിൽ കുതിർത്തിട്ട് രാവിലെ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനായി ഒരു സവാള, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം ചിക്കൻ മസാല. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗരം മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. തിളയ്ക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടല നമുക്ക് അരച്ചെടുക്കാം. നല്ല ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടല ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടലയുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കറി നല്ല ഒരു കുറുകിയ പരുവത്തിലിരിക്കും. ഇതിൽ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് പറഞ്ഞാണ് കേട്ടോ. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.